ടെക് ആൻഡ് ഫണ്ടിന്റെ പുതിയൊരു വീഡിയോയിൽ ഏവർക്കും സ്വാഗതം. അപ്പോ അങ്ങനെ 2026 T20 വേൾഡ് കപ്പ് ടീം BCCI അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പം സ്ക്വാഡ് എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിട്ടും, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസൺ ഉണ്ട്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ. ഹർദിക് പാണ്ഡ്യ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അക്ഷർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയെന്ന് മനസ്സിലാകുന്നില്ല. കുഴപ്പമില്ല. റിങ്കു സിംഗിന് നല്ലൊരു അവസരമാണ് കേട്ടോ. അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ, ഹർഷിത് റാണ, ഹർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, വാഷിംഗ്ടൺ സുന്ദർ, ഇഷാൻ കിഷനാണ് സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് വരുന്നത്. അപ്പം കുഴപ്പമില്ല, നല്ലൊരു സ്ക്വാഡാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ BCCI ഒരു വലിയ തെറ്റിനുള്ള പരിഹാരം ചെയ്തെന്ന് വേണം കരുതാൻ. കാരണം T20 വേൾഡിലെ ബെസ്റ്റ് ടീമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഓപ്പണറായ, അതായത് സഞ്ജുവിന് പകരം BCCI കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഗംഭീറിന്റെയും അഗർക്കറിന്റെയൊക്കെ മാനസപുത്രനായിട്ടുള്ള നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ കഴിഞ്ഞ 3 മത്സരങ്ങളിലെ 3 ഇന്നിങ്സിലെ റൺസ് എന്ന് പറയുന്നത്, സ്കോർ എന്ന് പറയുന്നത് 31 ബോളിൽ 32 റൺസാണ്. അതായത് സ്ട്രൈക്ക് റേറ്റ് വരുന്ന 103, ആവറേജ് 10.67. മനസ്സിലല്ലേ? വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ കൂടെ തന്നെ വേറെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സീരീസിലെ എല്ലാ മാച്ചുകളും കളിച്ചതാണ്. അതുപോലെ തന്നെ 3 മത്സരങ്ങൾ ഇന്നിങ്സിലായിട്ട് 4 ഇന്നിങ്സിൽ നിന്ന് 33 പന്തിൽ 34 റൺസാണ് എടുത്തത്. ആവറേജ് 8.5, സ്ട്രൈക്ക് റേറ്റ് 103. മനസ്സിലായോ? സഞ്ജുവിന് കിട്ടിയത് ഒറ്റ ഒരു അവസരമാണ്. ഒരേ ഒരൊറ്റ അവസരത്തിൽ പുള്ളിക്കിട്ടി ഏക അവസരത്തിൽ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് 22 ബോൾ 37 റൺസാണ്, സ്ട്രൈക്ക് റേറ്റ് 168. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അവസരം കൊണ്ട് തന്നെ ഇതിൽ ക്യാപ്റ്റന്റെയും വൈസ് ക്യാപ്റ്റനെയും സത്യം പറഞ്ഞ ഔട്ട് സ്കോർ ചെയ്യുന്ന റണ്ണാണ് സത്യം പറഞ്ഞത് സഞ്ജു സാംസൺ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, watching Sanju Samson play shots like these make you ask why he was not picked earlier, especially after scoring 3 T20 series. അതായത് എത്ര മനോഹരമായി അയാൾ കളിച്ചിട്ടും എന്തുകൊണ്ട് അയാൾ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുന്നില്ല എന്നത് അത്ഭുതകരപ്പെടുത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് 3 T20 സെഞ്ചുറി അടിച്ച താരമായിട്ട് കൂടെ. ഞാൻ പറഞ്ഞല്ല, ഇന്നലെ മാച്ചിൽ ഓൺ എയറിൽ രവി ശാസ്ത്രി കമന്ററി ആയിട്ട് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്തിനാണ്? കാരണം T20 പ്ലെയർ അല്ല ശരിക്കും സത്യം പറഞ്ഞ ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്നത്. ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ഓടി അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പ്ലെയർ ആണ് അദ്ദേഹത്തിന് അത്ര ഡൊമിനന്റ് ആയിട്ട്, അതായത് ഒരു അറ്റാക്കിങ്ങിലേക്ക്, അതായത് നമ്മുടെ അഭിഷേക് ശർമ്മയ്ക്ക് പറ്റിയൊരു ഓപ്പൺ പ്ലെയർ ആയിട്ട് ഒരിക്കലും ഗില്ലിനെ കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളിയുടെ അതേ ആവറേജിലും അതേ അറ്റാക്കിങ്ങിലും കളിക്കുന്ന ഒരു പ്ലെയർ ഓപ്പണന്റ്, അതായത് നോൺ സ്ട്രൈക്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ അഭിഷേക് ശർമ്മയ്ക്കും കുറച്ചുകൂടെ ഒരു പവർഫുൾ ഷോട്ട്സ് എടുക്കാൻ പറ്റത്തുള്ളൂ, കുറച്ചുകൂടെ ഫിയർലെസ് ആയിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട, സഞ്ജു സാംസൺ ഏറ്റവും മികച്ച ഒരു അവസരമാണ്. ഇനി ഇതുവരെ തഴഞ്ഞതിലും ഇനി തഴയാൻ പോകുന്നത് പറയാൻ പറ്റില്ല. ഈ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യ വിജയിക്കുകയും സഞ്ജു നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും BCCIക്ക് ഇനി സഞ്ജുവിനെ തടയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റത്തില്ല. പുള്ളിയെ മാറ്റി നിർത്താൻ ഒരു അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളത് പുള്ളിയുടെ കൂടെ ആവശ്യമാണ്. അപ്പൊ സഞ്ജു നല്ലതായിട്ട് ബാറ്റ് ചെയ്യട്ടെ, നല്ലൊരു പ്രകടനം കാഴ്ചവെക്കട്ടെ, ഇന്ത്യൻ ടീം ഈ വർഷത്തെ T20 വേൾഡ് കപ്പ് നോക്കട്ടെ. താങ്ക് യു.